പറയുകയാണ്. അങ്ങനെ ആളുകൾ ഇങ്ങനെ പിരിഞ്ഞു പോന്നാൽ ആദ്യം ഖബറിന്റെ മുൻവശത്ത് കൂടെ കീറിയിട്ട് തേപ്പല്ലുകൊണ്ട് തുരന്നിട്ട് ആ ഖബറിലേക്കൊരു മലക്ക് വരുന്നുണ്ട്. ആരാണെന്നറിയുമോ? മുൻകറല്ല, നക്കീറല്ല. ആദ്യം ഒരു മനുഷ്യന്റെ ഖബറിൽ വരുന്ന മലക്കിന്റെ പേര് റൗമാൻ എന്നാണ്. ആ റൗമാൻ എന്ന മലക്ക് വന്നിട്ട് ഈ പുറത്തുള്ള ആത്മാവിനെയും ഈ ഡെഡ് ബോഡിയെയും പരസ്പരം ഒന്ന് ബന്ധിപ്പിക്കുന്നു, ഒരു കണക്ഷൻ കൊടുക്കുന്നു. അതോടുകൂടി ഈ മയ്യത്തിന്റെ കണ്ണുകൾ മിഴിച്ചു, നാവുകൾ ചലിച്ചു. മയ്യത്തിന്റെ നെഞ്ഞിന്റെ മേൽപോട്ട് ജീവനുണ്ട്, അതാ ജീവൻ വരുന്നു. അതേ ഖബറിലെ ജീവിതമെന്ന് പറയുന്നത് അതാ മനുഷ്യന്റെ നെഞ്ഞിന്റെ മേൽപോട്ടു മാത്രമാ. അവന്റെ കാലുകൾക്ക് ചലനങ്ങളില്ല, തിരിയാനും അറിയാനും കഴിയില്ല. മരണത്തിന്റെ വെപ്രാളത്തിൽ ആത്മാവ് നെഞ്ഞത്ത് കെട്ടിക്കിടക്കുമ്പോ കാലുകൾക്ക് ചേതനയറ്റി എല്ലാം അതാ മരിച്ചു കഴിഞ്ഞ് നെഞ്ഞത്ത് മാത്രം ജീവറൂഹത്തെ കെട്ടിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഖബറിലുള്ളത്. ആ ഖബറിൽ ആ സമയത്ത് അവന് കേൾവിയുണ്ട്, അവന് കാഴ്ചയുണ്ട്, നാവുകൾ ചലിക്കുന്നുണ്ട്, വിരലുകൾ അനങ്ങുന്നുണ്ട്. ആ നിലക്ക് മുൻകര ഈ റൗമാൻ എന്ന മലക്ക് പറയുന്നു, മോനെ ഇത് വൈത്തുൽ വഹ്ശ, ഇത് സുഖലോലുപതയുടെ വീടല്ല, ഇത് മെത്തയുടെ വീടല്ല, ഇത് നിദ്രയുടെ വീടല്ല, ഇത് ഏകാന്തതയുടെ വീടാ, ഇവിടെ ഇടക്കത്തിന്റെ വീടാ, ഇത് ഭീകരതയുടെ വീടാ, ഇത് ശിക്ഷയുടെ വീടാ, ഇത് ഒറ്റപ്പെടുത്തുന്ന വീടാ. മോനെ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ ഉപ്പ ഇത് അനുഭവിച്ചവരായിരിക്കുകയില്ലേ? നിന്റെ പല ആളുകളും ഇത് അനുഭവിച്ചവരായിരിക്കുകയില്ലേ? അവരവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? ഈ റഹ്മാൻ എന്ന മലക്കടുത്ത് ചെന്നുകൊണ്ട് പറയുന്നു, മോനെ ഈ എഴുതിക്കോ, നിന്റെ സർവപ്രവർത്തനങ്ങളും എഴുതിക്കോ. പ്രായപൂർത്തിയെത്തിയതിനു ശേഷം നീ പ്രവർത്തിച്ചതെല്ലാം, നീ ചെയ്തതെല്ലാം, പറഞ്ഞതെല്ലാം എഴുതിക്കോ. ഓ സഹോദരാ, നീ വിദേശത്തേക്ക് പോകുമ്പോ നീ ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ടതാ ഏത് രാഷ്ട്രത്തിലേക്കാണോ നീ പോകുന്നത്, ആ രാഷ്ട്രത്തിലേക്ക് പ്ലെയിൻ ഇറങ്ങുന്നതിന്റെ അല്പം മുമ്പായി നിന്റെ മുമ്പിൽ ഒരു കാർഡ് തരുമല്ലോ. ആ കാർഡിൽ നീ പൂർണ്ണമായ നിന്റെ വിലാസങ്ങൾ ചേർത്തേണ്ടതുണ്ട്, നിന്റെ ഉദ്ദേശങ്ങൾ ചേർത്തേണ്ടതുണ്ട്, യാത്രയുടെ ലക്ഷ്യങ്ങൾ ചേർത്തേണ്ടതുണ്ട്. ആ എല്ലാം പൂരിപ്പിച്ചിട്ട് ആ നിന്റെ കയ്യിലുള്ള കാർഡ് അവിടെ എമിഗ്രേഷൻ കൗണ്ടറിൽ കൊടുക്കേണ്ടതുണ്ട്. നീ വിദേശത്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ എയർപോർട്ടിൽ പ്ലെയിൻ ഇറങ്ങുന്നതിന്റെ മണിക്കൂർ മുമ്പ് നിന്റെ മുമ്പിൽ കയ്യിൽ ഒരു കാർഡ് തരുമല്ലോ. മേൽവിലാസം എഴുതണമല്ലോ, നിന്റെ നാട് എഴുതണമല്ലോ, ഡീറ്റെയിൽസ് മൊത്തം എഴുതണമല്ലോ, പാസ്പോർട്ട് നമ്പർ എഴുതണമല്ലോ. ഇതേ രൂപത്തിൽ റഹ്മാൻ എന്ന മലക്ക് പറയുന്നു, ഈ എഴുതിക്കോ. ആ സമയത്ത് ഈ മനുഷ്യൻ ഖബറിൽ വെച്ചുകൊണ്ട് പറയും, ഹബീബ് പഠിപ്പിക്കുന്ന അറിയില്ല, ഈ എഴുത്തറിയില്ല. ഈ റഹ്മാൻ എന്ന മലക്ക് പറഞ്ഞു, എഴുതാതെ പറ്റില്ല, എഴുതാതെ പറ്റില്ല, മുഴുവനും എഴുതേണ്ടതുണ്ട്. ഇവിടെ എഴുതാനുള്ള പേന നിന്റെ വിരൽ തുമ്പാണ്, ഇവിടെ എഴുതാനുള്ള പേപ്പർ നിന്റെ കഫം കുടയാണോ, ഇവിടെ എഴുതാനുള്ള മഷി നിന്റെ ഉമിനീരാണോ. തന്റെ വായിൽ നിന്ന് ഉമിനീര് കുത്തിയിട്ട് ഒരു കട്ടൻ കഫം ഇവിടെ മുറിച്ചു കൊടുത്തിട്ട് അതാ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവനും, പറഞ്ഞത് മുഴുവനും, ചിന്തിച്ചത് മുഴുവനും അവൻ ആ സമയത്ത് ഓർമ്മ വരുന്നു, എഴുതി കൊടുക്കുന്നു.
അവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കുന്നു. മുത്തുനബി പഠിപ്പിക്കുന്നു, ആയത്ത് ഓതിക്കൊടുക്കുന്നു. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. സർവ കാര്യങ്ങളും എഴുതി തൂക്കിപ്പോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോ ഓരോ രോഗിയുടെയും ഡീറ്റെയിൽസുകള്, നടത്തിയ പരിശോധനകള്, അതിന്റെ റിസൾട്ടുകള്, കൊടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിനുകള് എല്ലാം കെട്ടിത്തൂക്കി ബെഡിന്റെ താഴെ കെട്ടിത്തൂക്കുന്നത് പോലെ, കട്ടിലിൽ കെട്ടിത്തൂക്കുന്നത് പോലെ ഈ മനുഷ്യന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിപ്പോ പറയുന്നടോ, കാത്തുകിടന്നോ, മുൻകറി നക്കീറ് വരുന്നു, ഫത്താനുൽ ഖബർ വരുന്നു, ഖബറിൽ വല്ലാതെ ഫിത്നയാക്കുന്ന മലക്കുകൾ വരുന്നു, മൂർഖൻ പാമ്പുകൾ വരുന്നു. ആഖിർ സമാനിലെ മക്കളെ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ, 5 5 10 ഉറപ്പിക്കും പോലെ നിങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടില്ലെങ്കിൽ നാളെ മുതൽ നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട, ധർമ്മം കൊടുക്കണ്ട, മുസ്ലിം എന്ന് പറയണ്ട. ഈ വിശ്വാസമാണ് മുത്തുനബി അവർക്ക് പഠിപ്പിച്ചത്. ഇതാണ് ഇസ്ലാമിനെയും മറ്റുള്ള മതത്തെയും വേർതിരിക്കുന്നത്. ഈ വിശ്വാസമില്ലെങ്കിൽ ഇസ്ലാം ഇല്ല. ഇതാണ് സാക്ഷാൽ അബൂജഹലിന് വിശ്വാസം വരാതിരുന്നത്. ഇതിന്റെ പേരിലാണ് മുത്തുനബി അവർ അവഗണിക്കേണ്ടി വന്നത്. ഇതിന്റെ പേരിലാണ് ഇത്രമാത്രം പ്രിയങ്കരനായ മുത്തുനബി അവര് ആട്ടി ഓടിക്കേണ്ടി വന്നത്. ഈ അത്ഭുതങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ബോധ്യം വരാതിരുന്നത് അവർക്ക് ഈ വിശ്വാസങ്ങളായിരുന്നു. മുസ്ലിമീങ്ങളെ, റഹ്മാൻ എന്ന മലക്ക് പറയുന്നു, കാത്തുകിടന്നോ, പാമ്പുകൾ വരാനുണ്ട്, തേളുകൾ വരാനുണ്ട്, ഇരുമ്പിന്റെ ദണ്ടുകൾ വരാനുണ്ട്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ജീവി ഏതോ അതായിരിക്കും അവന്റെ ഖബറിൽ വരുന്നത്, അവനെ ശിക്ഷക്ക് വരുന്നത്. ഇങ്ങനെയെല്ലാം കാത്തുകിടക്കാൻ പറഞ്ഞ റഹ്മാൻ എന്ന മലക്കങ്ങ് തിരിച്ചു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, അതാ മുഅ്മിനായ മനുഷ്യന്റെ ഖബറിലേക്ക് ഒരു സുന്ദരനായ മനുഷ്യൻ വരുന്നു. ആ മനുഷ്യന്റെ മുഖത്തിന്റെ തെളിച്ചം വർണ്ണിക്കാൻ കഴിയില്ല. സുന്ദരനായ ഒരു സുമുഖനായ മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നു, പേടിക്കണ്ട, ഒരു മുൻകറും നിന്നെ തൊടില്ല, ഒരു നക്കീറും നിന്നെ തൊടില്ല, ഒരു പാമ്പും തൊടില്ല, ഒരാളും നിന്നെ ഒന്നും ചെയ്യില്ല, ശരിക്ക് സമാധാനത്തോടെ കിടന്നോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, മന്നൻതല്ലദീ മന്നല്ലാഹു ബിക അലയ്യ, നിങ്ങളാരാ? എന്റെ കൂട്ടുകാരി കൂടെ വരാത്ത ഖബറ്, എന്റെ ഭാര്യ കൂടെ വരാത്ത ഖബറ്, എന്റെ ഭർത്താവ് കൂടെ വരാത്ത ഖബറ്, എന്റെ ഞാൻ സമ്പാദിച്ചതൊന്നും കൂടെ വരാതെ മടങ്ങിപ്പോയി, എന്റെ ഏകാന്തതയുടെ പുഴുക്കള വീട്ടിൽ വന്നുകൊണ്ട് ഇരുട്ടിന്റെ വീട്ടിൽ വന്ന് എന്നെ സമാധാനിപ്പിച്ച നിങ്ങളാരാ? ആഖിർ സമാനിലെ മക്കളെ, ആ സമയത്ത് ആ സുന്ദരനായ മനുഷ്യൻ പറയുന്നു, അനഅമലുക സ്വാലിഹ്, അനഅമലുക സ്വാലിഹ്, അനഅമലുക സ്വാലിഹ്, ഞാൻ നിന്റെ സ്വാലിഹായ അമലുകളാ, നിന്റെ കർമ്മങ്ങളാ, നിന്റെ നിസ്കാരങ്ങളാ, നിന്റെ നോമ്പുകളാ, നിന്റെ സ്വലാത്തുകളാ, നീ ചെയ്ത സാലിഹായ അമലുകളാ. ഈ സാലിഹായ അമൽ ഞാൻ നിന്റെ സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ എന്റെ ഖബറിലെത്തിച്ചതാ. വേണ്ടേ നമുക്ക് കൂട്ടുകാരി വേണ്ടേ, സമാധാനിപ്പിക്കാൻ ആള് വേണ്ടേ? ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഉമ്മമാരെ, കൂടെ വരാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? കൂടെ കൊണ്ടുപോകാനുണ്ടോ? ഈ കാലത്തെ ജീവിതത്തിൽ എന്തെല്ലാം സമ്പാദിച്ചിട്ടുണ്ട്, അതേ മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നല്ല വീട് വെച്ചിട്ടുണ്ട്, അതേ നല്ല കോട്ടേഴ്സുകൾ പണികഴിപ്പിച്ചിട്ടുണ്ട്, തോട്ടങ്ങൾ വാങ്ങിയിട്ടിട്ടുണ്ട്,
പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളെ നാട്ടിലേക്ക് ഖബറിലേക്ക് കൊണ്ടുപോകാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ടതില്ലേ? ഈ ചിന്തയോട് കൂടിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിസ്കരിച്ചിട്ട് മതി വരില്ല, നോമ്പെടുത്തിട്ട് മതി വരില്ല, ദിക്റ് ചൊല്ലിയിട്ട് മതി വരില്ല, ഇൽമു പഠിച്ചിട്ട് മതി വരില്ല, ധർമ്മം കൊടുത്തിട്ട് മതി വരില്ല. ചിന്തിച്ചവർക്ക് വന്നിട്ടില്ല. അബൂ ഹനീഫ തങ്ങൾക്ക് നിസ്കരിച്ചിട്ട് പൂതി തീർന്നിട്ടില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടമില്ലേ, 36,000 ഖത്മ ഖുർആനോദി നിസ്കരിച്ച സ്ഥലമാ. മതിയെന്ന് തോന്നിയില്ല, ക്ഷീണം വന്നില്ല. മഹദി ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഇവിടുത്തെ ഖബർ അറിയില്ലേ? ആ ഖബറിന്റെ താൻ കിടക്കുന്ന കട്ടിലിന്റെ താഴ്ഭാഗത്ത് ഖബർ കുഴിച്ച് ആ കട്ടിലിന് അടുത്ത് വെച്ച് നിസ്കരിച്ച് ഖുർആൻ ഓതിയിട്ട് തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ട് ഖബർ നിറഞ്ഞു പോയി. മതിയെന്ന് തോന്നിയില്ല.